അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇതാ ഞാൻ മാന്തൾ വെച്ചിട്ട് ഉണക്കലീൻ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വൃത്തിയുണ്ടോ വൃത്തിയില്ലേ എന്തെല്ലാം തായിട്ടേക്കാരം കിട്ടുക. അപ്പോൾ പെരയിൽ തന്നെയാണ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പേടിച്ചാതാണ് തിന്നുക, നമ്മളെ വൃത്തിയിലാണ് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇതാ ഉണക്കലീൻ ഉണ്ടാക്കാനായിട്ട് മാന്തൾ എടുത്തിക്കണം കേട്ടോ. ഹൈലൈറ്റ് ഉണ്ടാക്കിയിരുന്ന വീഡിയോക്ക് 1K അടിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് മാന്തൾ ഉണ്ടായപ്പോൾ മാന്തൾ ഇപ്പോൾ തുരുതുരാ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയാണ് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞ് കുറച്ച് ഉണക്കലീനാണ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉമ്മയായിട്ടോ മുറിക്കണത്. ഞാൻ മുറിക്കാൻ നിന്നാൽ മുറിക്കാനറിയാം, പക്ഷേ ഞാൻ മുറിക്കാൻ നിന്നാൽ മേത്തൊക്കെ ആവും വിചാരിച്ചിട്ട് ഉമ്മേനാണ്ട് മുറിക്കാൻ നിന്നിക്കണ്. അപ്പോൾ രാത്രിയാണിത് ചെയ്യണത്. അങ്ങനെ മീൻ ഫുള്ള് ഇനി മുറിച്ചെടുക്കണം ഓരോന്നായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുണ്ട്, പുതുതായി കൊടുന്നതുണ്ട്. അപ്പോൾ ഒക്കെ കൂടിയാണ്ട് ഒപ്പാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കറിയും പൊരിച്ചാനും വേണ്ടിയിട്ട് കുറച്ച് എടുക്കുകയും ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഇതാ ഞാൻ എന്നിട്ട് പിന്നെ അമ്മ മുറിച്ച് തന്ന പിന്നെ ഞാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് കൈകാനും ഇതിനൊക്കെ. അപ്പോൾ ഉപ്പിട്ട് അപ്പോൾ ഇതിൽ ഇതേപോലെ കച്ചറാൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മാന്തൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലൊന്നും മുറിച്ച് കളയണ്ട, അപ്പാടെ തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണമെന്നുള്ളവർക്കൊക്കെ തലനി മുറിച്ച് കളയണമെന്നുള്ളവരുണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ അതിന് കച്ചറാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഐസും കട്ടായപ്പോൾ പിന്നെ തൊടാൻ നിന്നിട്ടേന്ന്. അപ്പം ഉമ്മ കൂട്ടാനക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തേന്ന്. അപ്പോൾ അതിലെന്തൊക്കെയാണ് കച്ചറുണ്ടായിരുന്നൊക്കെ അപ്പോൾ എടുത്ത് ഇനി കുറച്ച് കല്ലുപ്പാണ് ഇട്ടുകൊണ്ട് ഇതേപോലെ നൊരമ്പിയാണ്ട് കുഴക്കട്ടോ. നല്ലോണം ക്ലീനാക്കി വെള്ളമാക്കിയിരിക്കണം. അപ്പോൾ ഉമ്മാനോട് ഉപ്പിട്ട് തരാൻ പറയും, ഞാൻ ക്ലീനാക്കും. സൈഡിൽ ഇങ്ങനെ വെള്ളമിട്ടുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചണ്ട, പൈപ്പിന് ചെറിയൊരു കേടുണ്ട്. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ നൊരണ്ടി എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെള്ളം പാർന്ന് കോരി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറും നോക്കി വെള്ളത്തിൻ്റെ. അതേമാതിരി അതിൽ മണലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളയുന്നു. അങ്ങനെ ഇതാ വീണ്ടും വെള്ളം പാർന്ന് അതിക്ക് വീണ്ടും ഇട്ടെടുത്ത് അങ്ങനെ 3-4 വട്ടം കഴുകി എടുത്തേക്കണ്. നൗക്കള്ളം പാർന്നിക്കാണ്ട് പിന്നെ എടുത്തിട്ടോ. ഇനിയിപ്പോൾ അതാ ഇത് നല്ലോണം അതിൻ്റെ ഒരു വെളുത്തോട്ടെ കറുത്തുകാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒന്ന് വെളുപ്പിച്ചാൽ വിചാരിച്ചുകൊണ്ട് നല്ലോണം ഇട്ടാണ് കഴുകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഉമ്മാനോടാണ് കുറച്ച് സർഫും പൊടി എടുത്തോണ്ടാണ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പാണ്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ്. ഞാനത് ആദ്യം തന്നെ കല്ലുപ്പ് ഇട്ടെടുത്ത് പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ മീൻ ഇങ്ങനെ വരിക്കായിട്ട് വെച്ച്. അപ്പോൾ ഉമ്മ പറഞ്ഞ് മെല്ലെ ആക്കല്ലേ, സ്പീഡാക്കുന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ സ്പീഡാക്കിട്ടോ. അങ്ങനെ ഇതാ ഒരു ലെയർ ഇട്ടെടുത്ത് അതിൻ്റെ മേലെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ലെയർ കല്ലുപ്പ് അതിൻ്റെ മുകളിൽ ഇതേപോലെ മീൻ ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് കല്ലുപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയർ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുമാതിരി പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതാ ഉണക്കലീനൊക്കെ ഇതേപോലെ മാന്തളൊക്കെ ഇതേപോലെ വെച്ചെടുക്കുക. പിന്നെ അങ്ങനെ ഇട്ടെടുത്തിട്ടോ ഇതേപോലെ. അപ്പം നേരക്കും പോലെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഫുള്ള് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണമാണ് മൂടി അടക്കിയോടാണ് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ മൂടി വെച്ചുകൊണ്ട് എൻ്റെ തട്ടൊക്കെ തട്ടിയിരുന്നു. അപ്പോൾ ഇതാ 2 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കോലക്കാരൻ നമ്മളെ മീൻ്റെത്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഓരോന്നെടുത്താണ്. ഇപ്പം തന്നെ ഒരു ഉണക്കലിൻ്റെ മായി അയക്കണം. ഇതേപോലെ തളികി കണച്ചു കൊടുക്കുക. വെയിലാണെങ്കിൽ വെയിലത്ത് വെച്ചോളിയും, ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക.
അപ്പോൾ ഇത്ര ഉള്ളൂ പണി ഉണക്കലീൻ ഉണ്ടാക്കാൻ. ഇനി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ ഇനി എത്ര കാലമാണ് മീനിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അധികം പണിയൊന്നുമില്ലല്ലോ, എനിക്ക് സിമ്പിളായിട്ടാട്ടോ തോന്നി. ഞാൻ വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ പണി. അപ്പം ഇനി ബാക്കിയുള്ള ഉണക്കലീനൊക്കെ ഞാൻ പരത്തിയാണ്ട് വെച്ചിരിക്കണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.